പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. ലഭിക്കുന്ന പണം ഒന്നിനും തികയുന്നില്ല. ഇതാണ് ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥ. കേരളത്തിൽ ജോലി ചെയ്ത് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നിക്ഷേപിക്കാനോ സംരക്ഷിക്കാനോ ആർക്കും അറിയില്ല എന്നുള്ളതാണ് അവസ്ഥ. ചില ആളുകളുടെ ചിന്താഗതി എന്ന് വെച്ചാൽ പഴയ ചിന്താഗതിയാണ്, ഗൾഫിൽ പോയാൽ ധാരാളം പണം സമ്പാദിക്കാം എന്നതാണ്. പക്ഷേ ഇപ്പോഴും ചില ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കടം വാങ്ങി ചിലർ ബുദ്ധിമുട്ടുന്നുണ്ടാവും. പെട്ടെന്ന് പണം ഉണ്ടാവാൻ വേണ്ടി ലോട്ടറി എടുക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചോ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ആർക്കുമില്ല. ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം. ഇതിനെല്ലാം ഒരു പോംവഴി വേണ്ടേ? വരുന്ന വരുമാനത്തിൻ്റെ 30% എങ്ങനെയാണെങ്കിലും സേവ് ചെയ്യുക, 15% നിക്ഷേപിക്കുക. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുക, അതിനുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അധിക ചിലവുകൾക്ക് വേണ്ടിയിട്ടും അധിക വരുമാനത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇപ്പം എക്സ്ട്രാ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യണം. അതിലൂടെ കിട്ടുന്ന വരുമാനം നിങ്ങൾ എക്സ്ട്രാ ചിലവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. നാളെയുടെ നന്മയ്ക്ക് വേണ്ടി, നല്ലൊരു വളർച്ചയ്ക്കും നല്ലൊരു ജീവിതത്തിനും വേണ്ടി പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് അനിവാര്യമാണ്.